തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ജയപരാജയങ്ങളുടെ വിലയിരുത്തലുകളും അവലോകനങ്ങളുമാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാന രാഷ്ട്രീയ വാർത്തകൾ. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരാജയത്തെക്കുറിച്ച് കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു വിശകലനത്തിന്റെ വിശദാംശങ്ങളാണ്. ആദ്യം കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നോക്കാം. 2026 സൂര്യൻ ചുവക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. വൈകാരിക വിഷയങ്ങൾ ഉയർത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനും വിഭാഗീകരിക്കാനും UDFനും BJPക്കും ഒരു പരിധിവരെ സാധിച്ചു. എല്ലാ മത, ജാതി, സമുദായ വിഭാഗങ്ങളിലെ ഇടതുപക്ഷ മനസ്സുള്ളവരും LDFന്റെ കൂടെ ഉറച്ചു നിന്നു. ഇടതുപക്ഷം ഇതിലും വലിയ പരാജയമാണ് 2010 VS സർക്കാരിന്റെ കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത്. തൊട്ടടുത്ത വർഷം 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ 4 അയലത്ത് പോലും എത്താൻ UDFന് കഴിഞ്ഞില്ല. കേവലം 2 സീറ്റുകളുടെ വ്യത്യാസമേ LDFും UDFും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വീണ്ടും ചുവക്കും. ഇടതുപക്ഷ പ്രവർത്തകർ സധൈര്യം മുന്നോട്ടു പോവുക. 2026 നമ്മുടേതാണ്. ചുവപ്പിന്റെ 3-ാം ഊഴത്തിന് ജാഗ്രതയോടെ പ്രവർത്തിക്കുക. ഇടതുപക്ഷ മുന്നണിയെ പിന്തുണച്ച എല്ലാ വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ. ഇത്രയുമാണ് കെ.ടി. ജലീൽ കുറിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം 2010 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ താരതമ്യം കാണിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇനി ഇതിലെ വസ്തുതകളെ നോക്കാം. ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM, ഈ തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഒരു ന്യായം തന്നെയാണ് ജലീലും ആവർത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയെ സമീകരിക്കുന്നത് 2010 തോൽവിയുമായാണ്. അന്ന് ഇതിനേക്കാൾ വലിയ തോൽവി നേരിട്ടിട്ടും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റിനാണ് ഭരണം നഷ്ടമായതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് അതിലെ യഥാർത്ഥ വസ്തുത? സംഭവം ശരി തന്നെയാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ 2010 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിനോടൊപ്പമുള്ളതോ ഇതിനേക്കാൾ മികച്ചതോ ആയ വിജയം നേടിയിരുന്നു. ഈ കണക്കുകൾ ജലീൽ നൽകിയിട്ടുള്ളതും ശരി തന്നെയാണ്. എന്നിട്ട് 6 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 71 LDFന് 69 എന്ന നിലയിലുള്ള ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. 4 or 5 മണ്ഡലങ്ങളിൽ CPM മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണെന്ന് വരെ അക്കാലത്ത് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. UDF 5-ലധികം സീറ്റുകളിൽ 500-ൽ താഴെ വോട്ടുകൾക്കായിരുന്നു അന്ന് തോറ്റത്. ഈ പറഞ്ഞതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവർ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ചേർത്താലേ വസ്തുതകൾ പൂർണ്ണമാവും. ജലീലിട്ട ചിത്രം നോക്കിയാൽ 2010 ഇതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം UDF നേടിയെന്നും മോശപ്പെട്ട തോൽവി LDF ഏറ്റുവാങ്ങിയെന്നും മനസ്സിലാക്കാം. എന്നാൽ ഈ ടേബിളിൽ പറയാതെ പോയ മറ്റൊരു സംഗതിയുണ്ട്. അതുകൂടി ചേർത്താലേ ചിത്രം പൂർണ്ണമാവൂ. അത് BJPയുടെ പ്രകടനമാണ്. ഈ ടേബിൾ നോക്കുക. നേടിയ ആകെ വാർഡുകളുടെ എണ്ണമാണ് ഈ ടേബിളിൽ വിശദീകരിച്ചിരിക്കുന്നത്. 2010 UDFന് 11,200 എണ്ണം കിട്ടിയപ്പോൾ 2025 11,103 ലഭിച്ചത്. 97 എണ്ണം കുറവുണ്ട്. ഇനി LDFന്റെ കാര്യം നോക്കാം. 8,527 എണ്ണം 2010 നേടിയപ്പോൾ 2025 8,864 എണ്ണം ലഭിച്ചിട്ടുണ്ട്. 337 എണ്ണം കൂടുതൽ. എന്നാൽ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അത് CPM ഒരിക്കലും പറയാനും സാധ്യതയില്ല. അത് BJPയുടെ സീറ്റുകളുടെ എണ്ണമാണ്. 2010 കേവലം 380 മാത്രമായിരുന്ന അവർ 2025 അത് 1,119 ഉയർത്തിയിരിക്കുകയാണ്. ഏകദേശം 6 ഇരട്ടിയോളം. ആ കാര്യം കൂടി പരിഗണിക്കാതെ 2010 ആവർത്തനം പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതായത് 2010 LDF വോട്ടുകൾ UDFിലേക്കാണ് പോയത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരികെ വരികയും ചെയ്തു. അതിന് അന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇത്തവണയും സമാനമായ പശ്ചാത്തലം തന്നെയാണ്. കാരണം മറ്റൊന്നാണെങ്കിലും 2009 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അബ്ദുൾ നാസർ മദനിയെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുകയും അദ്ദേഹത്തിന്റെ നോമിനിയെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് ഇടതുപക്ഷത്തിന്റെ തീവ്ര മുസ്ലിം പ്രീണനം എന്ന പ്രചാരത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുകയും CPMന്റെ അടിസ്ഥാന ഹിന്ദു വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാവുകയും ചെയ്തു. എന്നാൽ മുസ്ലിം പക്ഷത്തു നിന്ന് കാര്യമായ നേട്ടം ഉണ്ടാക്കാനുമായില്ല. മലപ്പുറം ഉൾപ്പെടെയുള്ളിടത്തെല്ലാം 2005 നേടിയ മുൻതൂക്കം പോലും നഷ്ടമാവുകയാണ് ഉണ്ടായത്. എന്നാൽ അന്ന് പിണറായി വിജയനോട് എതിർപ്പുള്ളപ്പോൾ തന്നെ CPMന് മികച്ച ക്രൗഡ് പുള്ളറായ VS ഉണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ VS മനഃപൂർവ്വം പിന്മാറി നിന്നിരുന്നത് വിഭാഗീയതയ്ക്കപ്പുറം PDP വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം കൊണ്ടുകൂടിയായിരുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേ നിലപാട് തുടരുകയും ചെയ്തു. അതുകൊണ്ട് ആ രണ്ട് തെരഞ്ഞെടുപ്പും ഇടതുപക്ഷം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ BS നേരിട്ട് കളത്തിലിറങ്ങുകയും നഷ്ടമായ വോട്ടുകളെല്ലാം തിരികെ എത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് പിണറായിയുടെ തീരുമാനത്തോട് വിയോജിപ്പ്, പാർട്ടിയോട് വിമുഖത കാട്ടുന്നവർക്കെല്ലാം തിരികെ വരാൻ BS എന്ന ഒറ്റ ഘടകം തന്നെ ധാരാളമായിരുന്നു. അതാണ് 2011 താരതമ്യേന മികച്ച തിരിച്ചുവരവിന് സാധ്യമായത്. മാത്രമല്ല, അന്ന് PR പ്രചരണമോ പെൻഷനോ ഒന്നുമല്ല BS എന്ന അഴിമതിക്കതീതനും സ്ത്രീ പീഡകരുടെ ശത്രുവും എന്ന ഇമേജുള്ള നേതാവ് പാർട്ടിയിൽ ഉണ്ടായിരുന്നതും ആ നേതാവാണ് പാർട്ടിയെയും സർക്കാരിനെയും നയിക്കാൻ പോകുന്നത് എന്നുമുള്ള ജനങ്ങളുടെ പ്രതീക്ഷയാണ് വലിയ തിരിച്ചടികൾക്ക് ശേഷം LDF നേടിയ 69 സീറ്റിന് പിന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതാണോ അവസ്ഥ? സംഭവം 2009 പുനരാവർത്തനം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വഖഫ് വിഷയം വന്നപ്പോൾ എടുത്ത നിലപാട് ക്രിസ്ത്യാനികളെ തള്ളി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതാണെന്ന വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെ പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളുമായതോടെ കൃത്യമായ മുസ്ലിം പ്രീണനമാണ് നടത്തുന്നതെന്ന ധാരണ പ്രചരിച്ചു. 2009 PDP ബന്ധമുണ്ടാക്കിയ അതേ സാഹചര്യം അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ നടത്തിയ അവലോകനങ്ങളിൽ മുസ്ലിം പ്രീണനം പരമ്പരാഗത വോട്ട് ബാങ്കിൽ ആലപ്പുഴയിലും കൊല്ലത്തും അടക്കം ചോർച്ച ഉണ്ടാക്കിയെന്നും ആ ചോർച്ച UDF-ലേക്കല്ല മറിച്ച് BJP-യിലേക്കാണ് എന്ന് ബോധ്യമായപ്പോൾ നയം തിരുത്താൻ തീരുമാനിച്ചു. അടുത്ത നീക്കം ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഇടതിന് അനുകൂലമാക്കുക എന്നതായിരുന്നു. അതിനാണ് വീണ്ടും അയ്യപ്പനെ കൂട്ടുപിടിച്ചത്. ആഗോള അയ്യപ്പ സംഗമവും അതുവഴി NSS-ഉമായുള്ള ബന്ധം കൂട്ടാനും കൂടാതെ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ച് CPM-ന്റെ വോട്ട് ബാങ്കായ ഈഴവരെ കൂടെ നിർത്താനുമാണ് അടുത്ത ശ്രമം നടത്തിയത്. ഏകദേശം അതിൽ വിജയിക്കുമെന്ന് തോന്നിയിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി മലപ്പുറത്ത് നടത്തിയ വർഗീയ പ്രസംഗം കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തെ ഒന്നടങ്കം നഷ്ടമാക്കിയപ്പോഴും ഭൂരിപക്ഷ വോട്ടുകൾ കൊണ്ട് ആ നഷ്ടം നികത്താമെന്നായിരുന്നു കരുതിയിരുന്നത്.